സെഞ്ചുറി കയറിയതാണേ. കൊള്ളാം സംഭവം. നമ്മുടെ കളർഫുള്ളായിട്ടുള്ള കോഴികൾ പോലത്തെ നീ പറഞ്ഞത് ഈ കോഴീനെ ബേർഡ് സാഞ്ചുറിയിൽ ഇട്ട് വളർത്തുന്നു. വേണ്ട വേണ്ട മിണ്ടാതിരുന്ന് മിണ്ടാതിരുതി ചവറക്കാതെ. കണ്ടോ, ഇതാണ് അവരുടെയൊക്കെ കൂട്. ഈ തണുപ്പത്ത് ഇവരൊക്കെ സ്വെറ്ററില്ലാതെ എങ്ങനെ ജീവിക്കുന്നു എന്തോ. കോഴികളാണെങ്കിൽ അവർക്ക് തണുക്കില്ലേ എൻ്റെ പൊന്നു. കണ്ടോ മയിലിൻ്റെ പെണ്ണ്, ആൺമയിലും ഉണ്ട് കേട്ടോ അവിടെ. അവിടെ ഒരു തന്നിപ്പുണ്ട്. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നമ്മുടെ അവിടുത്തെ പോലെ സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പച്ചപ്പും ഹരിതാഭയും ഇവന്മാർ തിന്ന് തീർത്തിട്ടുണ്ട്. അവന്മാരെ കൊണ്ട് പറ്റുന്നതെല്ലാം അവന്മാർ വൃത്തിയേ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, നല്ല കളർഫുള്ളാണ്. പേര് ഹിമാലയൻ ബേർഡ് സാങ്ച്വറി, അങ്ങനെയാണ് അവർ പേരിട്ടേക്കുന്നത്. ഹിമാലയത്തിൽ നിന്ന് വന്നിട്ടുള്ള ഏത് ബേർഡ്സാണോ ഇവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ച് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പിന്നെ ഗൈഡോ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ കൂടത്ത് ഈ മഞ്ഞും തണുപ്പും പോരാഞ്ഞിട്ട് കണ്ടോ, ഇതിൻ്റെ കൂടത്ത് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. കണ്ടോ, മഞ്ഞും തണുപ്പും ഉണ്ടെങ്കിലും വെള്ളമുണ്ട്. എൻ്റെ ദൈവമേ, നമുക്ക് തണുത്ത് സഹിക്കാൻ വയ്യ. അപ്പോഴാണ് വെള്ളം. ഈശ്വരോ, കണ്ടോ, ഇവിടെയൊക്കെ അടയിരിക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പുകളുണ്ട്. മരം കയറി പോവാനും. കണ്ട, മരം കയറി ഒരാളിരിക്കുന്നതുണ്ടോ? എന്താ ഗ്ലാമറിൽ അങ്ങോട്ട് ഇരിക്കുക. ഒന്നിങ്ങോട്ട് നോക്കോ, ഒരു സ്നാപ്പ് എടുത്തോട്ടെ ചേച്ചി. അവിടെ എന്തോ ഭീകര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കൂട്ടയടിയാണെങ്കിൽ സമാധാനിപ്പിക്കാൻ ദീപു അതിൻ്റെ നടുക്ക് നിൽപ്പുണ്ട്. ദീപു ആണെങ്കിൽ പറയാം അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കട്ടെ, നമ്മളെന്തിനാ ഗരിയുടെ പിരിഞ്ഞു. കണ്ടോ, അവിടെ ഉള്ളതെല്ലാം തിന്നിട്ട് പോരാഞ്ഞിട്ട് മയിൽക്കൂട്ടന്മാർ ഇങ്ങോട്ടും കയറി വരുന്നുണ്ട്. നമ്മുടെ ഗൂസാണേ, നമ്മളെ വീട്ടിലുള്ള സാധനം. അവർ നല്ല കൊത്താണ് കേട്ടോ. ചുമ്മാ അവരുടെ ഇടയിൽ ചെന്ന് അടി ഉണ്ടാക്കരുത്. എന്താണ് മക്കളെ പ്രശ്നം? ഈ ചേട്ടനാണോ വന്ന് പ്രശ്നം ഉണ്ടാക്കിയേ? ഈ കുട്ടികൾക്ക് ഹിന്ദി മനസ്സിലാവൂല. തിണ്ടാതെ പോടാ അവിടുന്ന്. ഓ എന്നാ ഇഫ് യു ഡെയർ എന്റെ കാല് കുത്താനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാലൊക്കെ വെച്ച് കിടക്കുന്നുണ്ട്. എന്താണ് ഇത്ര പ്രശ്നം? ഒന്നങ്ങോട്ട് പോവോ? എനിക്ക് അങ്ങോട്ട് പോണം. അങ്ങോട്ട് പോവോ കുട്ടികളെ? ചേട്ടനാണോ പ്രശ്നം ഉണ്ടാക്കിയത്? ഇതാണ് ഇവരുടെ കിടപ്പാടം. ഉണ്ടോ? ഇതിൻ്റെ മുകളിൽ ഒരു സുന്ദരി പെണ്ണിരിപ്പുണ്ട്. സുന്ദരനാണോ സുന്ദരിയാണോ എന്ന് പറഞ്ഞാൽ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. ഞാൻ കണ്ടോ, അവരെയൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ, ഉടനെ ഓടി വന്നു നമ്മുടെ. കണ്ടോ, മണ്ടയിൽ കുറച്ച് മനുഷ്യന്മാർ, കുറച്ച് ആൾക്കാർ മണ്ടയിൽ കയറിയിരുന്ന്
തണുപ്പ് കായുന്നുണ്ട്. കായാൻ ചൂടോ ഇല്ല, തണുപ്പെങ്കിലും കായാം അല്ലേ? ആവുന്നതാവട്ടെ. കണ്ടോ? കണ്ടോ? എന്താണ് പ്രശ്നം മക്കളെ? അങ്ങനെയാണെങ്കിൽ ദീപു നമ്മുടെ വീട്ടിലുള്ളതും ഒരു സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട് കേട്ടാ. അമ്മാര് തന്നെയാണിത്. വീട്ടിലായിരുന്നെങ്കിൽ ഗോതമ്പേലും എടുത്തോണ്ട് കൊടുക്കായിരുന്നു. ഇവിടെ എന്തെടുക്കാനാണ്? ആ സുന്ദരന്റെ പേരാണിത് കേട്ടാ, സിൽവർ പെസറ്റ്. നോക്കട്ടെ ഒരു സെക്കൻഡ്, ഞാൻ ഇവിടുത്തെ എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് എടുത്തോട്ടെ. പോയേ